ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. രാജ്യത്തെ 10 തൊഴിലാളി യൂണിയനുകളാണ് 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. തൊഴിൽ നിയമ പരിഷ്കരണ നീക്കം ഉപേക്ഷിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. സർവ്വമേഖലയും സാരമായി പണിമുടക്ക് ബാധിച്ചു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. കേന്ദ്ര സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച് ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി നടത്തിയ ദേശീയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. BMS സമരത്തിൽ നിന്നും വിട്ടുനിന്നു. ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല പൊതുപണിമുടക്കെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും CATU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MLA. പ്രതിപക്ഷ MPമാർ വികസനത്തിന് വിലങ്ങുതടിയാകുന്നുവെന്ന് ഉത്തർപ്രദേശ് MPയും BJP ദേശീയ കൌൺസിൽ അംഗവുമായ ശരത് ത്രിപാഠി. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച് ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി നടത്തിയ ദേശീയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. BMS സമരത്തിൽ നിന്നും വിട്ടുനിന്നു. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങി. ആവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി നടത്തുന്ന ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണമായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ, സർവീസ് സംഘടനകൾ എന്നിവർ സമരത്തിൽ അണിചേർന്നു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും തടയുക, തൊഴിൽ നിയമങ്ങൾ കർശനമായി പാലിക്കുക, നിയമവിരുദ്ധ കരാർവൽക്കരണം തടയുക, വിലസൂചികയ്ക്ക് അനുസൃതമായി അസംഘടിത മേഖലയടക്കം എല്ലാ തൊഴിലാളികൾക്കും 15,000 രൂപയിൽ കുറയാത്ത വേതനം നൽകുക, സാമൂഹിക സേവന പദ്ധതികൾ ഉറപ്പാക്കുക, ILOയുടെ 87-98 കൺവെൻഷനുകൾ അംഗീകരിച്ച ട്രേഡ് യൂണിയനുകളുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുക, തെരുവ് കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ മുൻനിർത്തി പാർലമെന്റ് പാസാക്കിയ നിയമനിർമ്മാണം നടപ്പിലാക്കുക, പ്രതിരോധം, ഇൻഷുറൻസ്, റെയിൽവേ എന്നീ മേഖലകളിൽ നേരിട്ടുള്ള വിദേശ പരിധി അനുവദിക്കാനും പരിധി വർദ്ധിപ്പിക്കാനും, എണ്ണ മേഖലയ്ക്കും ധനമേഖലയ്ക്കും വിദേശ നിക്ഷേപം കൊണ്ടുവരാനുള്ള നീക്കം ഉപേക്ഷിക്കുക, കർഷകരുടെ ഭൂമി ബലം പ്രയോഗിച്ച് ഏറ്റെടുക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങി 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശീയ പണിമുടക്ക് നടത്തിയത്. തൊഴിലാളികൾ, അധ്യാപകർ, സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർ, ബാങ്ക്, ഇൻഷുറൻസ്, ടെലികോം, പ്രതിരോധ മേഖലയിലെ ജീവനക്കാർ തുടങ്ങി സർവ്വമേഖലയിലെയും തൊഴിലാളികൾ പണിമുടക്കിൽ അണിചേർന്നു. കോഴിക്കോട് ജില്ലയിൽ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. അവശ്യ സർവീസുകളായ പാൽ, പത്രം, ആശുപത്രി എന്നിവയെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഹജ്ജ്, എയർപോർട്ട്, മരണം, വിവാഹം തുടങ്ങിയ ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങളെയും പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. നഗരത്തിലെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളായ മാവൂർ റോഡ്, വലിയങ്ങാടി, പാളയം എന്നിവിടങ്ങളിലെ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ഹോട്ടലുകളും തുറന്നു പ്രവർത്തിച്ചില്ല. ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല പൊതുപണിമുടക്കെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും CATU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MLA. നാടിനെ ബാധിക്കുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചു നടത്തിയ സമരത്തിൽ ഇന്ത്യയൊട്ടുക്കും അണിചേർന്നെന്നും അദ്ദേഹം പറഞ്ഞു. പണിമുടക്കിയ തൊഴിലാളികൾ കോഴിക്കോട് നഗരത്തിൽ നടത്തിയ പ്രകടനത്തിനു ശേഷമുള്ള പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച് ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ പ്രകടനം നടന്നു. കോഴിക്കോട് നഗരത്തിലെ തൊഴിലാളികൾ റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലാണ് ധർണ നടത്തിയത്. മുതലക്കുളത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ അണിചേർന്നു. ട്രേഡ് യൂണിയൻ നേതാക്കളായ PT രാജൻ, അഡ്വക്കേറ്റ് M രാജൻ, അഡ്വക്കേറ്റ് സൂര്യനാരായണൻ, ബിജു ആന്റണി, U പോക്കർ, M മുരളീധരൻ, PK നാസർ, EC സതീശൻ, PK ലക്ഷ്മിദാസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി.
റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിൽ നടന്ന പൊതുയോഗം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല ഈ സമരം. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. നാടിനെ ബാധിക്കുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ത്യയൊട്ടാകെ ഈ സമരത്തിൽ അണിചേർന്നതെന്ന് എളമരം കരീം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല ഈ സമരം. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, വിലക്കയറ്റം തടയുക എന്നത് തൊഴിലാളികൾ ഈ സമരത്തിന് ആധാരമായി ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. അതെല്ലാ ജനങ്ങളുടെയും ആവശ്യമാണ്. വിലക്കയറ്റം തടയുക, പൊതുവിതരണം ശക്തിപ്പെടുത്തുക, ഈ നാടിനെ ബാധിക്കുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ത്യയിലെ തൊഴിലാളികൾ ഈ പണിമുടക്ക് സമരം നടത്തുന്നത്. PV മാധവൻ, T ഇബ്രാഹിം, K രാജൻ, TM ശ്രീകുമാർ, TK സാമി, ദേവദാസ് കുട്ടമ്പൂർ, KP രാജൻ, പ്രേമ, TV വിജയൻ എന്നിവർ പൊതുയോഗത്തിന് നേതൃത്വം നൽകി. ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് എന്ന് പറഞ്ഞാൽ പൊതുപണിമുടക്കിൽ ബേപ്പൂരിലെ മത്സ്യബന്ധന ഹാർബർ പതിവ് പോലെ പ്രവർത്തിച്ചു. ഹർത്താൽ, പണിമുടക്ക് എന്നിവ സാധാരണയായി ബേപ്പൂർ ഹാർബറിനെ ബാധിക്കാറില്ല. മത്സ്യം കയറ്റലും ഇറക്കലും സജീവമായി നടന്നു. യാത്ര തിരിക്കുന്ന ബോട്ടുകളിലേക്ക് ഐസ് നിറയ്ക്കുന്ന പ്രവൃത്തിയും നടന്നു. കയറ്റുമതിയുള്ള മത്സ്യങ്ങളും കണ്ടെയ്നർ ലോറികളിൽ കയറ്റിവിട്ടു. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ നേതൃത്വത്തിലുള്ള പീസ് ഓഫ് മൈൻഡ് ചാനലിന്റെ ഓഫീസും സ്റ്റുഡിയോയും കോഴിക്കോട് അശോകപുരത്ത് ലൈറ്റ് പാലസിൽ പ്രവർത്തനം ആരംഭിച്ചു. ചാനൽ ഹെഡ് DK കരുണ ഉദ്ഘാടനം ചെയ്തു. ആഗോളതലത്തിൽ ജാതിമത വ്യത്യാസമില്ലാതെ ആത്മീയവും മാനസികവുമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ നേതൃത്വത്തിലാണ് പീസ് ഓഫ് മൈൻഡ് ചാനൽ പ്രവർത്തിക്കുന്നത്. ചാനലിന്റെ കോഴിക്കോട്ടെ സ്റ്റുഡിയോയും ഓഫീസും ചാനൽ ഹെഡ് VK കരുണ ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം ചാനലിൽ സംപ്രേഷണം തുടങ്ങുന്ന മലയാളം പരിപാടി ഭാഗവത മഹാത്മ്യത്തിന്റെ ചിത്രീകരണവും ആരംഭിച്ചിട്ടുണ്ട്. ബ്രഹ്മകുമാരീസിന്റെ കോഴിക്കോട്ടെ മുഖ്യ കേന്ദ്രമായ ലൈറ്റ് പാലസിലാണ് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഭാരതത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതും വിദ്യാഭ്യാസവും സംസ്കാരവും വിനോദവും ഇഴചേർന്ന പരിപാടികളാണ് ചാനലിൽ ഉണ്ടാവുകയെന്നും ഒരു പരസ്യം പോലും ഇല്ലാതെയാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നതെന്നും പീസ് ഓഫ് മൈൻഡ് ചാനൽ ഹെഡ് BK കിരൺ പറഞ്ഞു. Of our own personal, professional job within ourselves, and it is from all over India. So it's the best time, and we have some meditational sessions also. That how we meditate, how we relax. So all these things are also taught to them there. So this will be a very good opportunity that I request. പരിപാടികളിൽ ബ്രഹ്മകുമാരീസ് ഡയറക്ടർ VK ജലജ, ബ്രഹ്മചാരി ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാറിന്റെ ആഘോഷങ്ങൾ ഞങ്ങളെക്കാൾ മറ്റാർക്കറിയാം. സിൽക്കി വെഡിങ്സ്, സ്വപ്നനഗരി, കോഴിക്കോട്. ഇപ്രാവശ്യമെങ്കിലും മനസ്സ് നിറഞ്ഞു സ്വർണ്ണം എടുക്കണം കേട്ടോ. കഴിഞ്ഞ തവണ തന്നെ മനസ്സിന് ഒട്ടും തൃപ്തിയായില്ല. അതെങ്ങനെയാ? ആകെ 5 എണ്ണം കണ്ടിട്ട് അതിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞ മനസ്സിന് എങ്ങനെ തൃപ്തി വരും? കാശ് എണ്ണിക്കൊടുത്ത് വാങ്ങിക്കണതല്ലേ.
കഴിഞ്ഞ തവണ നമ്മൾ നിറയെ കടകളിൽ കയറി ഇറങ്ങി, എന്നിട്ട് മനസ്സിന് പിടിച്ചത് കിട്ടിയില്ല. ബുദ്ധിയുള്ളവർ കല്യാൺ ജ്വല്ലേഴ്സിൽ പോകും. അവിടെ ആവുമ്പോ നമുക്ക് തെരഞ്ഞെടുക്കാം ആയിരക്കണക്കിന് ഡിസൈനുകളിൽ നിന്ന്. അതാണ് പുതിയ വലിയ കളക്ഷൻ ഉൾപ്പെടെ 7 പുതുമകളുമായി കല്യാൺ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കാലിക്കറ്റ്. എന്നാലേ ഞങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ, കല്യാൺ സിൽക്സിൽ. കല്യാൺ സിൽക്സ് ഓണോത്സവം 2015. ദിവസേന നേടൂ സ്കൂട്ടർ, TV, വാഷിംഗ് മെഷീൻ, AC, സ്മാർട്ട് ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ. ആഴ്ചതോറും നേടൂ കാർ. ബമ്പർ സമ്മാനം 101 പവൻ സ്വർണം. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിയോടൊപ്പം 1.5 കോടി. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. പ്രതിപക്ഷ എംപിമാർ വികസനത്തിന് വിലങ്ങുതടിയാകുന്നുവെന്ന് ഉത്തർപ്രദേശ് എംപിയും പാർട്ടി ദേശീയ കൌൺസിൽ അംഗവുമായ ശരത് ത്രിപാഠി. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന കോൺഗ്രസ്, CPM എംപിമാർക്കെതിരെ ദേശവ്യാപകമായി BJP സംഘടിപ്പിക്കുന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായി ബേപ്പൂരിൽ നടന്ന ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന കോൺഗ്രസ്, CPM എംപിമാർക്കെതിരെ ദേശവ്യാപകമായി BJP സംഘടിപ്പിക്കുന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലും പരിപാടികൾ സംഘടിപ്പിച്ചു. ഉത്തർപ്രദേശിൽ നിന്നുള്ള എംപിയും പാർട്ടി ദേശീയ കൌൺസിൽ അംഗവുമായ ശരത് ത്രിപാഠി എംപിയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഒളവണ്ണയിലും ബേപ്പൂരിലും BJPയുടെ ജനകീയ കൂട്ടായ്മയിൽ അദ്ദേഹം സംബന്ധിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഭാരതം വികസന കുതിപ്പിലേക്ക് ഉയരുമ്പോൾ രാജ്യത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ ഉതകുന്ന ചരക്കു സേവന നികുതി പോലുള്ള നിയമങ്ങൾ പാസാക്കാൻ അനുവദിക്കാതെ പ്രതിപക്ഷം പാർലമെന്റ് സ്തംഭിപ്പിച്ച് രാജ്യത്തിന്റെ വികസനത്തിന് വിലങ്ങുതടിയാവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. के सांसद और CPM के सांसदों ने रोकने का, कृत्य करने का काम किया. ജനക്ഷേമകരമായ ജൻധൻ, സുകന്യ സമൃദ്ധി, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, സുരക്ഷാ ജീവൻ ജ്യോതി യോജന, മുദ്രാ ബാങ്ക് പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയ മോദി സർക്കാർ ടൂറിസം മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറെടുക്കുമ്പോൾ കേവലം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സർക്കാരിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയാണെന്നും എന്നാൽ രാജ്യത്ത് എന്താണ് നടക്കുന്നതെന്ന് ജനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞെന്നും അതിന്റെ ഉദാഹരണമാണ് മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ബാംഗ്ലൂരിലെയും വിജയമെന്നും അദ്ദേഹം പറഞ്ഞു. നടുവട്ടം പരിച്ചനങ്ങാടിയിൽ നടന്ന പരിപാടിയിൽ സ്മിജിത് കളക്കണ്ടി അധ്യക്ഷം വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥ്, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, BJP സംസ്ഥാന സെക്രട്ടറി VV രാജൻ, ജില്ലാ സെക്രട്ടറി MC ശശീന്ദ്രൻ, P. ഷിനു, A. സിദ്ധാർത്ഥൻ, രഗീഷ് തറയിൽ, KP വേലായുധൻ എന്നിവർ സംസാരിച്ചു. കോർപ്പറേറ്റുകളെ പ്രീണിപ്പിക്കാൻ തൊഴിൽ നിയമങ്ങളിൽ ഭേദഗതി കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കുക, അസംഘടിത മേഖലയിൽ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കേരള NGO അസോസിയേഷൻ ചൊവ്വാഴ്ച നഗരത്തിൽ പ്രകടനം നടത്തി. NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MA ഖാദർ, ജില്ലാ സെക്രട്ടറി NP ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. DDO ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കിഡ്സൺ കോർണറിൽ സമാപിച്ചു. ശാസ്ത്ര നേട്ടങ്ങൾ പലതും വേദങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞവയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കശ്യപാശ്രമ മഠാധിപതി ആചാര്യ MR രാജേഷ് രചിച്ച പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. ഇന്നുണ്ടാകുന്ന ശാസ്ത്ര നേട്ടങ്ങൾ പലതും നൂറ്റാണ്ടുകൾക്ക് മുൻപ് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളവയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കശ്യപാശ്രമം ആചാര്യൻ ഡോക്ടർ MR രാജേഷ് രചിച്ച 3 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേദങ്ങളുടെയും മന്ത്രങ്ങളുടെയും യഥാർത്ഥ അർത്ഥം ലോകത്തോട് പറയുകയാണ് ഇവിടെ. മനുഷ്യനെ സ്വയം നിയന്ത്രിക്കാൻ പര്യാപ്തനാക്കുന്ന കർമ്മമാണിത്. മുൻകാലങ്ങളിൽ നിന്നും മാറി ചിന്തിച്ച് ജാതിമത ലിംഗ ദേശഭേദമന്യേ ഏവർക്കും വേദം പഠിപ്പിക്കാൻ അവസരമൊരുക്കുന്ന കശ്യപാശ്രമം സമൂഹത്തെ ഏറെ മുന്നിലേക്ക് നയിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. സ്വായത്തമായ അനർഘ നിമിഷമാണ്. ഭരണാധികാരികളും ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളും എല്ലാ നേട്ടങ്ങളും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വേദങ്ങളിലും ഉപനിഷത്തുകളിലും
വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ സത്യം. അപ്പൊ ആ വേദോപനിഷത്തുകളുടെ സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള വളരെ ആത്മാർത്ഥമായ ഒരു ശ്രമമാണ് കശ്യപാശ്രമത്തിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. PM സുരേഷ് ബാബു ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. ഉപാസന എന്ന പുസ്തകം മന്ത്രി രമേശ് ചെന്നിത്തലയും മന്ത്രപുഷ്പം എന്ന പുസ്തകം ശ്രീരാമദാസ മിഷൻ പ്രസിഡന്റ് ബ്രഹ്മപാദാനന്ദ സരസ്വതിയും സ്വയമറിയാൻ ഉപനിഷത്ത് സൂക്തികൾ എന്ന പുസ്തകം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PV നാരായണനും പ്രകാശനം ചെയ്തു. ഡോക്ടർ MK സുന്ദരേശ്വരൻ, സ്വാമി ആപ്തലോകാനന്ദ, PP ഉണ്ണികൃഷ്ണൻ എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. K. ശശിധരൻ, N. സുബ്രഹ്മണ്യൻ, KC അബു, PM നിയാസ്, P. ജയദേവൻ, ആചാര്യ MR രാജേഷ് എന്നിവർ സംസാരിച്ചു. കൊയിലാണ്ടി നഗരസഭ ദേശീയപാതയിൽ കൊല്ലം ചിറയ്ക്ക് സമീപം നിർമ്മിച്ച കുട്ടികളുടെ പാർക്ക് വ്യാഴാഴ്ച തുറന്നുകൊടുക്കും. 40 സെന്റ് സ്ഥലത്ത് 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മിച്ചത്. സിനിമാ താരം ജോയ് മാത്യു ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് അന്ന ഫാത്തിമ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കൊയിലാണ്ടി നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി കുട്ടികൾക്ക് കളിക്കാനും രസിക്കാനും വിശ്രമിക്കാനും ഒരു ഇടമുണ്ടാകുന്നു. ചരിത്രപ്രസിദ്ധമായ പിഷാരികാവ് ക്ഷേത്രത്തിനും പാറപ്പള്ളിക്കും സമീപത്തായി കൊല്ലം ചിറയുടെ കരയിലാണ് മനോഹരമായ പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. നഗരവാസികൾക്ക് വിശ്രമിക്കാൻ ഒരിടവുമില്ലാത്ത കൊയിലാണ്ടിയിൽ ഇതിന് സ്ഥലം കണ്ടെത്തി പാർക്ക് യാഥാർത്ഥ്യമാക്കിയതിൽ നഗരസഭയ്ക്ക് അഭിമാനിക്കാവുന്നതാണ്. കുട്ടികളുടെ പാർക്ക് സെപ്റ്റംബർ 3 തുറന്നുകൊടുക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ K. ശാന്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അത് ബസ്സിലായാലും മറ്റു വാഹനങ്ങളിലായാലും നാഷണൽ ഹൈവേയിലൂടെ പോകുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിലാണ് കുട്ടികളുടെ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് കയറി വിശ്രമിക്കണം തോന്നിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് കളികളിൽ ഏർപ്പെടാനും രക്ഷിതാക്കൾക്ക് വിശ്രമിക്കാനും ഉൾപ്പെടെയുള്ള സൗകര്യം ആ പാർക്കിനകത്ത് ഇപ്പോൾ ഉണ്ട്. ഊഞ്ഞാൽ അതുപോലെ തന്നെ പിന്നെ കുട്ടികൾക്ക് മറ്റു തരത്തിലുള്ള കളിക്കാൻ ഉപയോഗിക്കുന്ന റൈഡ്സുകളൊക്കെ വെച്ചുകൊണ്ടാണ് കുട്ടികളുടെ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. വൈകിട്ട് 3 മണിക്ക് സിനിമാ താരം ജോയ് മാത്യു ഉദ്ഘാടനം ചെയ്യും. ബാലനടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ അന്ന ഫാത്തിമ മുഖ്യാതിഥിയെ പങ്കെടുക്കും. 40 സെന്റ് സ്ഥലത്ത് 45 ലക്ഷം രൂപ ചെലവിലാണ് കുട്ടികളുടെ പാർക്ക് നിർമ്മിച്ചത്. ദിവസവും വൈകിട്ട് 3 മണി മുതൽ രാത്രി 8 മണി വരെയായിരിക്കും പാർക്കിലേക്കുള്ള പ്രവേശനം. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ നഗരസഭ വൈസ് ചെയർമാൻ TK ചന്ദ്രൻ, കൌൺസിലർമാരായ PK ബാലകൃഷ്ണൻ, TK രാജേഷ്, K. ഓമന, AP സുധീഷ് എന്നിവരും പങ്കെടുത്തു. ഫ്രാൻസിസ് മാർപാപ്പയുടെ ആഹ്വാനപ്രകാരം കത്തോലിക്ക സഭ സെപ്റ്റംബർ 1 പരിസ്ഥിതി ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് രൂപതയുടെ നേതൃത്വത്തിൽ ബീച്ച് ആശുപത്രി പരിസരം ശുചീകരിച്ചു. ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ വിവിധയിടങ്ങളിൽ ശുചീകരണ പരിപാടികൾ നടന്നു. കത്തോലിക്ക സഭയുടെ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ബീച്ച് ആശുപത്രി പരിസരം വൃത്തിയാക്കി. ഫ്രാൻസിസ് മാർപാപ്പയുടെ ആഹ്വാനപ്രകാരമാണ് കത്തോലിക്ക സഭ സെപ്റ്റംബർ 1 പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. ദരിദ്രരുടെയും ഭൂമിയുടെയും ചെലവിൽ ലാഭം മാത്രം നോക്കുന്നവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. അങ്ങയുടെ അനന്തമായ പ്രകാശത്തിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മോൺസിഞ്ഞോർ തോമസ് പനിക്കൽ അധ്യക്ഷം വഹിച്ചു. ഫാദർ പോൾ പേഴ്സി, ഫാദർ അലോഷ്യസ് കുളകര, ഡാനി ജോസഫ്, ഫാദർ സുനിൽ പെരേര, ഫാദർ പോൾ ജോസഫ്, ഫാദർ ടോണി ഗ്രേഷ്യസ്, സിസ്റ്റർ ലീമ, സിസ്റ്റർ നീമ, സിസ്റ്റർ റോസ്ലിൻ, സിസ്റ്റർ ഗ്രേസി, KCYM മേഖലാ പ്രസിഡന്റ് ജിതിൻ ജോൺ, CLC പ്രസിഡന്റ് P. ഗ്ലഡസ്, സെക്രട്ടറി KP റോസ്ബെല്ല എന്നിവർ നേതൃത്വം നൽകി. വാർത്തകളിൽ ഒരിടവേള കൂടി. മലബാറിന്റെ ആഘോഷങ്ങൾ ഞങ്ങളെക്കാൾ മറ്റാർക്കറിയാം. സിൽക്കി വെഡിങ്സ്, സ്വപ്നനഗരി, കോഴിക്കോട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. ഇന്ന് തീയതി 10.
പെട്ടെന്നാവണം തീരുമാനം. പറ അച്ഛാ, എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. മലപ്പുറം പരപ്പനങ്ങാടി ആനങ്ങാടി മേഖലയിൽ ശക്തമായ കടൽക്ഷോഭം. മേഖലയിൽ 200 മീറ്ററോളം കര കടലെടുത്തു കഴിഞ്ഞു. യാമത്തല എന്നറിയപ്പെടുന്ന അസാധാരണ വേലിയേറ്റമാണിതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഞായറാഴ്ച രാത്രി മുതലാണ് മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമായത്. മണിക്കൂറിൽ 3-4 തവണ വരുന്ന ഭീമൻ തിരമാല താൽക്കാലിക സംരക്ഷണ ഭിത്തിയും കടന്ന സമീപത്തെ വീടുകളിലേക്കും മീൻചാപ്പകളിലേക്കും വരെ എത്തുകയാണ്. എന്റെ വീടാണ്. ഇന്നലെ രാത്രി ഒരു കടലിൽ ആഞ്ഞടിച്ച് കയറിയിട്ട് എന്റെ ചെറിയ 4 വയസ്സുള്ള മോന് ഇവിടെ വെള്ളത്തിൽ കിടന്ന് നീന്തായിരുന്നു. മോന് ഈ പ്രായമുള്ള ഉമ്മ ഇവരൊക്കെ എവിടെ പോവും? ഈ കടലുകടി കൊണ്ട് ഞങ്ങൾ ഇവിടെ കിടക്കണോ? ഭരണാധികാരികൾ എന്തെങ്കിലും ഇതിന് ചെയ്തു തരാൻ ഞങ്ങൾ ഇത് ചെയ്യൂ. ഞങ്ങൾ എവിടെ പോകണം? ആരടുത്താണ് ഞങ്ങൾ പോകേണ്ടത്? യാമത്തല എന്ന പേരിൽ അറിയപ്പെടുന്ന അസാധാരണ വേലിയേറ്റമാകാം ഇതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ആഞ്ഞടിച്ചെത്തുന്ന തിരമാലകൾ കരയും കവിഞ്ഞ വീടിനുള്ളിലേക്കും എത്താൻ തുടങ്ങിയതോടെ പ്രദേശത്തെ പല വീട്ടുകാരും ബന്ധുവീടുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലുമാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. പ്രദേശത്ത് സംരക്ഷണ കടൽഭിത്തി വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കഴിഞ്ഞ 5 വർഷമായി പരപ്പനങ്ങാടി കടപ്പുറത്ത് ആഞ്ഞടിക്കുന്ന തിരമാലയിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. കേവലം കടൽഭിത്തി നിർമ്മിച്ചാൽ ശാശ്വതമായി പരിഹരിക്കാവുന്ന ഈ പ്രശ്നത്തിനു മുന്നിൽ അധികാരികൾ കണ്ണടക്കുകയാണ്. കടൽഭിത്തി എന്ന തങ്ങളുടെ ഈ ചിരകാല ആവശ്യത്തിന് ഇനിയും പരിഹാരം കണ്ടില്ലെങ്കിൽ മന്ത്രിയും സ്ഥലം MLAയുമായ PK അബ്ദുറബിന്റെ വസതിക്ക് മുന്നിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. നാശോന്മുഖമായ കാപ്പാടിന്റെ ടൂറിസ്റ്റ് സാധ്യതകൾ പരിപോഷിപ്പിക്കാനായി സമഗ്ര വികസന പദ്ധതി കൊണ്ടുവരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വിനോദസഞ്ചാര കേന്ദ്രമായ കാപ്പാട് നിർമ്മിച്ച ടൂറിസ്റ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് അസിസ്റ്റൻസ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊയിലാണ്ടിയിലെ ഗതാഗത പ്രശ്നം ചർച്ച ചെയ്യാൻ 9-ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിനോദസഞ്ചാര കേന്ദ്രമായ കാപ്പാട് നിർമ്മിച്ച ടൂറിസ്റ്റ് പ്രൊട്ടക്ഷൻ അസിസ്റ്റൻസ് സെന്റർ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. വിനോദസഞ്ചാരികളടക്കം കാപ്പാട് തീരത്ത് എത്തുന്നവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ചതാണിത്. ഒരു SIയുടെ നേതൃത്വത്തിൽ 5 പുരുഷ പോലീസുകാരും 2 വനിതാ പോലീസുകാരും അടങ്ങുന്നതാണ് സെൽ. ഇവിടേക്ക് ഒരു ജീപ്പും അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഇത്തരം സെന്ററുകൾ തുടങ്ങുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നാശോന്മുഖമായ കാപ്പാടിന്റെ ടൂറിസ്റ്റ് സാധ്യതകൾ പരിപോഷിപ്പിക്കുന്നതിനായി സമഗ്ര വികസന പദ്ധതി കൊണ്ടുവരുമെന്ന് മന്ത്രി പറഞ്ഞു. കടപ്പുറത്ത് കുട്ടികളുടെ പാർക്ക് തുടങ്ങും. വിനോദസഞ്ചാരികളുടെ സുരക്ഷിതത്വത്തിനായി ലൈഫ് ബോട്ട് അടക്കമുള്ള സന്നാഹങ്ങൾ ഉൾപ്പെടുന്ന സുരക്ഷാ പദ്ധതി തയ്യാറാക്കി എസ്റ്റിമേറ്റ് സമർപ്പിക്കാൻ DTPCക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കാപ്പാട് പോലീസ് സ്റ്റേഷൻ വേണമെന്ന K ദാസൻ MLAയുടെ ആവശ്യത്തോട് പ്രതികരിക്കവെ സ്ഥലം കണ്ടെത്തി നൽകിയാൽ പുതിയ സ്റ്റേഷൻ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. കൊയിലാണ്ടിയിലെ രൂക്ഷമായ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ സെപ്റ്റംബർ 9-ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കുവാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് മന്ത്രി നിർദ്ദേശവും നൽകി. പോലീസ്, ട്രാഫിക് വിഭാഗം, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് യോഗം ചേരുക. K ദാസൻ MLA അധ്യക്ഷനായ ചടങ്ങിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP, DGP TP സെൻകുമാർ, DTPC സെക്രട്ടറി PG രാജീവ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രഹാസൻ, ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത മതിലിച്ചേരി, മുൻ മന്ത്രി PKK ബാവ, ഏഴിമല നാവിക അക്കാദമി ലഫ്റ്റനന്റ് കമാൻഡന്റ് നിഷാദ് കൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പൂർവ്വ നിയമ വിദ്യാർത്ഥികളുടെ രജത ജൂബിലി ആഘോഷം ഹോട്ടൽ മലബാർ പാലസിൽ നടന്നു. കോഴിക്കോട് അഡീഷണൽ ജില്ലാ ജഡ്ജി ഡോക്ടർ കൌസർ എടപ്പകത്ത് മുഖ്യാതിഥിയായിരുന്നു. അഡ്വക്കേറ്റ് ഷെരീഫ് മഞ്ചേരി അധ്യക്ഷം വഹിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് 90 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ 1 വർഷം നീണ്ടുനിൽക്കുന്ന രജത ജൂബിലി ആഘോഷത്തിന്റെ സമാപനം ഹോട്ടൽ മലബാർ പാലസിൽ നടന്നു. ചടങ്ങിൽ കാലിക്കറ്റ് പ്രസ് ക്ലബിന് വാട്ടർ കൂളറും വാട്ടർ പ്യൂരിഫയറും അഡ്വക്കേറ്റ് രത്നകുമാർ മല്ലിശ്ശേരി ഉപഹാരമായി നൽകി. പ്രസ് ക്ലബ് മാനേജർ A ഗംഗാധരൻ ഉപഹാരം ഏറ്റുവാങ്ങി. കോഴിക്കോട് അഡീഷണൽ ജില്ലാ ജഡ്ജി ഡോക്ടർ കൌസർ എടപ്പകത്ത് മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ അഡ്വക്കേറ്റ് ഷെരീഫ് മഞ്ചേരി അധ്യക്ഷം വഹിച്ചു. അഡ്വക്കേറ്റ് TK അജിത് കുമാർ സ്വാഗതവും അഡ്വക്കേറ്റ് അജിത നന്ദിയും രേഖപ്പെടുത്തി. അഡ്വക്കേറ്റ് KT സിദ്ദിഖ്, അഡ്വക്കേറ്റ് ശ്യാം പത്മൻ, കോർപ്പറേഷൻ കൌൺസിലർ T സുജൻ, ലക്ഷ്മി ഗോകുൽ, ഭഗവത് സിംഗ്, അഡ്വക്കേറ്റ് ഗിരി PV, അഡ്വക്കേറ്റ് അനിൽ K, അഡ്വക്കേറ്റ് സജി MS എന്നിവർ സംസാരിച്ചു. ഇനി ബിസിനസ് വാർത്തകളിലേക്ക്.
അരക്കണ ജില്ലാ ബ്യൂട്ടിക്കിന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ ഓണ ഫെസ്റ്റിവൽ 2015 നറുക്കെടുപ്പ് ജില്ലാ കോമ്പൗണ്ടിൽ നടന്നു. സിഡി ചെയർമാൻ NC അബൂബക്കർ നറുക്കെടുപ്പ് നിർവഹിച്ചു. PP ബീരാൻ കോയ, V ജംഷാദ്, VKC കോയമോൻ, റഫീഖ്, മുഹമ്മദ് ഫഹാസ് എന്നിവർ സംബന്ധിച്ചു. സജിദ ബാനു, നൌഷാദ് മാത്തോട്ടം, ഷഹലീസ് മുഴിക്കൽ എന്നിവരാണ് സമ്മാനത്തിന് അർഹരായത്. 1ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 2ാം സമ്മാനമായി കൂളറും, 3ാം സമ്മാനമായി ഹോം തിയേറ്ററും, 4ാം സമ്മാനമായി മിക്സിയും, 5ാം സമ്മാനമായി ഡിന്നർ സെറ്റ്, 6ാം സമ്മാനമായി അയൺ ബോക്സ്, 7ാം സമ്മാനമായി ഫ്രൈ പാൻ, 8ാം സമ്മാനമായി പുഡിംഗ് സെറ്റ് എന്നിവയാണ് നൽകിയത്. കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കോഴിക്കോട് കോർപ്പറേഷൻ ബേപ്പൂർ 48ാം ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. താഴെക്കാട്ട് പറമ്പിൽ പുഷ്പരാജൻ അധ്യക്ഷനായ പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി CAZ അസീസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK അബ്ദുൽ ഗഫൂർ, മണ്ഡലം പ്രസിഡന്റ് P മാധവദാസ്, സഹീർ ബാബു, TP രാമചന്ദ്രൻ, സുരേഷ് അരിക്കനാട്ട് എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച് ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി നടത്തിയ ദേശീയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. BMS സമരത്തിൽ നിന്നും വിട്ടുനിന്നു. ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല പൊതുപണിമുടക്കെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും CATU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MLA. പ്രതിപക്ഷ MPമാർ വികസനത്തിന് വിലങ്ങുതടിയാകുന്നുവെന്ന് ഉത്തർപ്രദേശ് MPയും BJP ദേശീയ കൌൺസിൽ അംഗവുമായ ശരത് ത്രിപാഠി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. ജില്ലാ വാർത്തകൾ, the one and only television across your district. Log on www.jillavartagal.com. Independent, impartial, inevitable, straight to the public. Jilla Vartagal, the one and only daily news across your district. Log on www.jillavartagal.com.